ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് കുടകിലെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം. കർണാടകയിലെ കുടക് ജില്ലയിൽ ബൈലക്കുപ്പയിലാണ് ഈ ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കുടകിലെ മടിക്കേരിയിൽ നിന്ന് 34 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് 88 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ളത്. 1963 നിർമ്മാണം ആരംഭിച്ച് 1999 ഈ ബുദ്ധമത ക്ഷേത്രം ഭക്തർക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ശ്രീബുദ്ധൻ, പത്മസംഭവൻ, അമിത്യായുസ് എന്നീ സന്യാസിമാരുടെ 40 അടി ഉയരം വരുന്ന സ്വർണത്തിൽ തീർത്ത പ്രതിമകളാണ്. ടിബറ്റൻ ആത്മീയ നേതാവായിട്ടുള്ള ദലൈലാമയുടെ ഒരു പടുകൂറ്റൻ ചിത്രം ഈ മൊണാസ്ട്രിയുടെ ഏറ്റവും മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആയിരത്തി 1950 ടിബറ്റിൽ നിന്നും ചൈനീസ് പട്ടാളത്തിന്റെ ആക്രമണം മൂലം ബുദ്ധ സന്യാസിമാരിൽ പ്രമുഖനായ പെന്നോ റിംപോച്ചെയും ഒരു സംഘവും ഇന്ത്യയിലേക്ക് വന്നു. ആദ്യം എത്തിയത് അരുണാചൽ പ്രദേശിലായിരുന്നു. 1961 പെന്നോ റിംപോച്ചെയും ചെറിയൊരു സംഘവും ദക്ഷിണേന്ത്യയിലേക്ക് തിരിച്ചു. ടിബറ്റിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ ഒഴുക്കും അവരെ ഉൾക്കൊള്ളാൻ പുതിയൊരിടം വേണമെന്നുള്ളതിനാലാണ് അവർ ദക്ഷിണേന്ത്യയിലേക്ക് തിരിച്ചത്. 1963 പെന്നോ റിംപോച്ചെ സംഘവും കർണാടകയിലെത്തി ബൈലക്കുപ്പയിൽ സർക്കാർ നൽകിയ സ്ഥലത്ത് ഒരു ബുദ്ധവിഹാരം പണി കഴിപ്പിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ശ്രീബുദ്ധൻ, പത്മസംഭവൻ, അമിത്യായുസ് എന്നീ സന്യാസിമാരുടെ 40 അടി ഉയരം വരുന്ന സ്വർണത്തിൽ തീർത്ത പ്രതിമകളാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ധാരാളം കൊത്തുപണികളും ചിത്രകലകളും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ലാമകളും ഗവേഷണ വിദ്യാർത്ഥികളും അടക്കം ഏകദേശം 5000-ലധികം ബുദ്ധ സന്യാസിമാർ ഇവിടെയുണ്ട്. ഏകദേശം 3-ലധികം
ക്ഷേത്രങ്ങൾ ഈ ഗോൾഡൻ ടെമ്പിളിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ബുദ്ധമത കേന്ദ്രമാണ് ഈ സുവർണ ക്ഷേത്രം. അപ്പോൾ നിങ്ങൾ കൂർഗിൽ പോകുന്ന സമയത്ത് കൂർഗിലെ കുശാൽ നഗറിലുള്ള ഈ ക്ഷേത്രം ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.